ഹലോ, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഹെന്ന എലമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണ്, നിങ്ങൾക്ക് ഒട്ടും മെഹന്തിയൊന്നും ഇടാനായിട്ട് അറിയില്ല എന്നുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കട്ടെ ഇത് നമ്മുടെ ക്ലാസ് 1 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ബേസിക് ഹെന്ന എലമെൻറ്റ്സ് എന്നാണ് കേട്ടോ എഴുതുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഹെന്ന എലമെൻറ്റ്സ് എന്താണ് അറിയോ? നിങ്ങൾക്ക് അറിയോ? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. അതെ, നമ്മുടെ ഫസ്റ്റ് ഹെന്ന എലമെൻറ്റ്സ് വരുന്നത് ലൈൻസ് ആണ് കേട്ടോ. ലൈൻസ്. ഓക്കെ, അപ്പം നമ്മളൊരു ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഏതൊരു മെഹന്തി ഡിസൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ലൈൻസ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. ലൈൻസ് ഇല്ലാതെ ഒരു മെഹന്തി ഡിസൈനും കംപ്ലീറ്റ് ആവത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ലൈൻസ് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് നല്ല രീതിയിൽ നല്ലൊരു വൃത്തിയായിട്ട് നമുക്ക് വരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു തിന്നായിട്ടുള്ള ലൈൻസാണ് കാണിക്കുന്നത്. നമ്മൾ ഇത് ഒരേ പ്രഷറിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ലൈൻസ് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈൻസ് വരയ്ക്കുമ്പം നല്ല രീതിയിൽ തന്നെ ഒരേ രീതിയിൽ പ്രഷർ കൊടുത്തിട്ട് വേണം കേട്ടോ. നിങ്ങൾ മെഹന്തിയുടെ ഈ ഒരു ട്യൂബ് ഒന്ന് പൊക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു ലൈൻസൊക്കെ വരയ്ക്കുന്നത്. അതായത് നമ്മൾ ഇത് മുട്ടിച്ച് കണ്ടില്ലേ, നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇത് ഒരേ പ്രഷറിലല്ലാത്തപ്പോൾ ഇത് ഇങ്ങനെ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒട്ടും നീറ്റല്ലാത്ത രീതിയിലായിരിക്കും കേട്ടോ നിങ്ങളുടെ ലൈൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരേ പ്രഷറിൽ തന്നെ ലൈൻസ് വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കൈ കൊണ്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ആക്കുന്നുണ്ട്, മറ്റേ കൈ കൊണ്ട് വരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എനിക്കിത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അപ്പോൾ നമ്മൾ ലൈൻസൊക്കെ വരച്ചല്ലേ. അപ്പം ലൈൻസ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തിക്കായിട്ടുള്ള ലൈൻസ് അല്ലേ. അപ്പോൾ തിക്കായിട്ടുള്ള ലൈൻസ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? അത് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ തിന്നായിട്ടുള്ള ലൈൻസ് വരച്ചിട്ട് 2 ലൈൻസ് വരയ്ക്കുക. അടിയിലും മുകളിലായിട്ട് 2 ലൈൻസ് വരച്ചതിന് ശേഷം നമ്മളത് ഒരേ പ്രഷർ ചെയ്തുകൊണ്ട് തന്നെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ തിക്കായിട്ടുള്ളൊരു ലൈൻ നമ്മൾ വരച്ചിട്ട് എടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ വരച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് നമുക്കിത് നല്ല നീറ്റായിട്ട് തന്നെ വരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒരേ പ്രഷർ കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ തിക്കായിട്ടുള്ള ലൈന്. അപ്പോൾ നമ്മൾ 2 ലൈൻസ് പഠിച്ചല്ലേ, തിന്നായിട്ട് ലൈൻസും പഠിച്ചു, തിക്കായിട്ടുള്ള ലൈൻസും നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്ത നമ്മുടെ എലമെൻറ്റ്സ് ആണ് സ്ലാൻഡിങ് ലൈൻസ് ആണ് കേട്ടോ നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്. സ്ലാൻഡിങ് ലൈൻസ്. അപ്പോൾ സ്ലാൻഡിങ് ലൈൻസ് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് എന്ന് നോക്കാം. സ്ലാൻഡിങ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെരിഞ്ഞിട്ട് അങ്ങനെയൊക്കെ വരയ്ക്കും. നമ്മൾ ഒരു ചെക്ക് ഡിസൈൻസൊക്കെ വരയ്ക്കില്ലേ, അങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്ലാൻഡിങ് ലൈൻസ് വരുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം മെഹന്തിയൊക്കെ ഇടാൻ അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. സ്ലാൻഡിങ് ലൈൻസ് നമ്മൾ ചെരിച്ചിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നേരെ കൊടുക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ സ്ലാൻഡിങ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എൻ്റെ കൂടെ വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് നല്ല നീറ്റായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ നല്ല നീറ്റായിട്ട് വരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ഈ സ്ലാൻഡിങ് ലൈൻസൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെക്ക് ഡിസൈൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ലൈൻസ് നമ്മളിങ്ങനെ വരച്ചിട്ട് കണ്ടില്ലേ, ഇതേപോലെ ലൈൻസ് നമ്മൾ വരയ്ക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നേരെ ലൈൻസ് വരച്ചിട്ട് കൊടുക്കുക. നല്ല നീറ്റായിട്ട് തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ കള്ളിക്കകത്തായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക. ഒരേ പ്രഷറിൽ തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരേ പ്രഷറിൽ തന്നെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക.
ഓക്കെ, ഒന്ന് ഇടവിട്ടിട്ടുള്ള കള്ളികളിലായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കള്ളികളിലും നമ്മളിങ്ങനെ ഒന്ന് ഇടവിട്ടിട്ടുള്ള കള്ളികളിൽ നമ്മൾ ഇതേപോലെ നമ്മൾ ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. സ്ലാൻഡിങ് ലൈൻസ് കൊണ്ട് അടുത്തൊരു ഡിസൈൻ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് പഠിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിങ്ങനെ സ്ക്വയറായിട്ട് വരയ്ക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് സ്ക്വയർ വരച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം അല്ലേ. അടുത്ത എലമെൻറ്റ്സ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ലൂപ്പാണ് കേട്ടോ. അപ്പോൾ ലൂപ്പ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. നല്ല ശ്രദ്ധിച്ച് തന്നെ നോക്കണേ. നമ്മൾ ഈ ഒരു സ്ക്വയറായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, എല്ലാവരും എൻ്റെ കൂടെ തന്നെ വരയ്ക്കണം കേട്ടോ. ഇത് ക്യാമറ ഒരു കൈ കൊണ്ട് വീഡിയോയും അങ്ങനെയായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ട്യൂബും അത്ര ശരിയല്ല. നിങ്ങളിപ്പോഴും ട്യൂബ് വാങ്ങിക്കുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള ട്യൂബ് വാങ്ങിക്കുക കേട്ടോ. അതിൻ്റെ ടിപ്പാണെങ്കിൽ നല്ലൊരു തിന്നായിട്ടാണ് നിൽക്കുക. ഇത് കുറച്ചൊരു തിന്നായിട്ടാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ എലമെൻറ്റ്സിൽ വരുന്ന ഒന്നാണ് സിഗ്സാഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ ഒരുപാട് മെഹന്തി ഡിസൈനിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം ഇത് നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ വരച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചിട്ട് കൊടുക്കുക. മുകളിലുള്ളത് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ അടിയിലും ഇതേപോലെ നമ്മളിങ്ങനെ വരച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരേ പ്രഷറിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഈസിയാണ് കേട്ടോ. ഇത് ട്യൂബ് അത്ര ഒരു ശരിയല്ല കേട്ടോ. എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ട്യൂബ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ വന്നിട്ട് അടുത്ത നമ്മുടെ എലമെൻറ്റ്സ് ആണ് വാവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എലമെൻറ്റ്. ഇതും നമ്മുടെ മെഹന്തി ഡിസൈൻസിലൊക്കെ ഒരുപാട് കണ്ടു പരിചയമുള്ള ഒരു എലമെൻറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. നല്ല തിന്നായിട്ട് ഇങ്ങനെ വളച്ചിട്ട് വേണം ഇത് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ നല്ല തിന്നായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ബേസിക് എലമെൻറ്റ്സ് ആണ്, ഹെന്ന എലമെൻറ്റ്സ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യമായിട്ട് നമ്മൾ തിന്നായിട്ടുള്ള ലൈൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു. പിന്നെ തിക്കായിട്ടുള്ള ലൈൻസ്, സ്ലാൻഡിങ് ലൈൻസ് അല്ലെ, ചെരിച്ചിട്ട് അങ്ങനെയൊക്കെ വരയ്ക്കുന്നതാണ് സ്ലാൻഡിങ് ലൈൻസ്. അതിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെക്ക് ഡിസൈൻസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്ക്വയർ ആയിട്ടുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ ലൂപ്പ് പഠിച്ചു, സിഗ്സാഗ് പഠിച്ചു, വാവി പഠിച്ചു. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സ് തന്നെയാണ് കേട്ടോ അടുത്ത ക്ലാസ്സിലും വരിക. അതായത് ഡോട്ട്സ്, ഹംസ്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ. ഇതിൽ തന്നെ കാണിച്ച ഒത്തിരി വീഡിയോ നല്ല ലോങ് ആയിട്ട് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ വന്നിട്ട്. നിങ്ങൾ പിന്നെ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.